5-ാം തീയതി ഡൽഹി വീണ്ടും പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രാജ്യതലസ്ഥാനത്തെ നിയമസഭാ പോരാട്ടത്തിന് എന്നും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. 2025 നിയമസഭാ യുദ്ധത്തെക്കുറിച്ചാണ് നാം വിലയിരുത്തുന്നത്. 3 പാർട്ടികൾക്കും അങ്ങേയറ്റം നിർണായകമായ തെരഞ്ഞെടുപ്പ്. 2014-ലും 2019-ലും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൂത്തുവാരിയാണ് വിജയിച്ചത്. ഡൽഹിയിലെ 7 സീറ്റിലും 100 മേനി വിജയം. എന്നാൽ മാസങ്ങൾക്കിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദി മാജിക് ലക്ഷ്യം കണ്ടില്ല. 70-ൽ 3 സീറ്റ് മാത്രം BJPക്ക് വിട്ടു നൽകി 67 സീറ്റ് എന്ന ചരിത്ര ഭൂരിപക്ഷം ആപ്പ് നേടിയെടുത്തു. ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലാതെ അങ്ങേയറ്റം ശോഷിച്ച നിലയിലായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ലോക്സഭയിലെ അവസ്ഥ. ഒരു ബസ്സിൽ പോകാൻ പോലും ആളില്ലെന്ന് BJPക്കാർ നിരന്തരം കോൺഗ്രസുകാരെ പരിഹസിക്കുമായിരുന്നു. അന്ന് BJPക്കാരുടെ മുഖത്ത് നോക്കി സീതാറാം യെച്ചൂരി ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഡൽഹിയിലെ നിയമസഭയിലേക്ക് BJP MLA-മാർക്ക് ഒരു ഓട്ടോറിക്ഷയിൽ മാത്രം പോയാൽ മതി. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചു. 303 BJP അംഗങ്ങളെ കൊയ്തെടുത്ത മോദി കെജ്രിവാളിനെതിരെ കച്ചമുറുക്കി ഡൽഹിയിൽ പ്രചാരണത്തിനിറങ്ങി. വെള്ളം, വൈദ്യുതി, സൗജന്യങ്ങൾക്ക് പുറമെ സ്ത്രീകൾക്ക് രാജ്യത്താദ്യമായി സൗജന്യ ബസ് യാത്ര എന്നിങ്ങനെ ഒരു പിടി ജനകീയ പദ്ധതികളുമായിട്ടാണ് കെജ്രിവാൾ കളത്തിലിറങ്ങിയത്. BJP MLA-മാരുടെ എണ്ണം 3-ൽ നിന്നും 7 എന്നല്ലാതെ മോദിക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 70-ൽ 62 സീറ്റും ഡൽഹിക്കാർ ആപ്പിന് നൽകി. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. ഒരു പരിധി വരെ പറഞ്ഞാൽ BJPയും കോൺഗ്രസും ഒരു നേതാവിനെ മുന്നിൽ നിർത്തി ഈ ക്യാമ്പയിനിലേക്ക് കടക്കാത്തതിന് ഒരു പ്രധാന കാരണം കേജ്രിവാളിനോട് പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ കേജ്രിവാളിന്റെ അത്രയും ഒരു അക്സെപ്റ്റൻസ് മാത്രമല്ല, ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു നേതാവ് ഈ പാർട്ടിക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും BJP നേതാക്കന്മാരാവും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ നേതാവിനെ മുൻനിർത്തിക്കൊണ്ടല്ല തെരഞ്ഞെടുപ്പിന് പോകുന്നത്. കഴിഞ്ഞ കുറേ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ അങ്ങനെയല്ല. നാഷണൽ ലെവലിൽ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ ഞങ്ങൾ പിന്നീടാണ് തെരഞ്ഞെടുക്കുന്നത്. പോസ്റ്റ് ഇലക്ഷനാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. അത് പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാവിനെ തീരുമാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവർക്ക് തീർച്ചയായിട്ടും അപ്പുറത്ത് ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള നേതാവ് ഇല്ലാത്തപ്പോൾ അത് അത്ര ബാധിക്കുകയില്ലെങ്കിലും ഇപ്പോൾ കേജ്രിവാളിന്റെ പ്രസൻസും കേജ്രിവാൾ അതിശയ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ചു. അങ്ങനെ അവർക്കൊരു 2-3 നേതാക്കന്മാരുണ്ട്. ഇപ്പം മനീഷ് സിസോഡിയുണ്ട്, അതിഷിയുണ്ട്. അതുകൊണ്ട് മറ്റു 2 പാർട്ടികൾക്കും അത് വലിയ ക്ഷീണമാണ്. ഏകനേതാവ് എന്ന പ്രതിച്ഛായ കൊണ്ട് മാത്രം ഇത്തവണ ജയിച്ചു കയറാൻ കഴിയുമോ എന്ന ആശങ്ക മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ ജയിലിലടച്ചത് എതിരാളികളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമാണെന്ന് ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്നില്ലെങ്കിലും അന്തർദേശീയ മാധ്യമങ്ങൾ അങ്ങനെയൊരു സൂചന നൽകുന്നുണ്ട്. നേതാക്കൾ ജയിലിൽ പോകുന്നത് ഇന്ത്യയിൽ ആദ്യ കാര്യമല്ലെങ്കിലും അഴിമതിക്കെതിരായ മുന്നേറ്റത്തിൽ രൂപീകൃതമായ പാർട്ടിയുടെ ഭൂരിഭാഗം നേതാക്കളും ജയിലിൽ പോയത് ഇന്ത്യക്ക് ആദ്യ കാഴ്ചയായിരുന്നു. बिल्कुल, देखिए अरविंद केजरीवाल जी के पहले इन्होंने BJP वालों ने काम रोकने की कोशिश की. जब काम नहीं रुके तो उनको जेल में डाल के उनको बर्बाद करने की कोशिश की. लेकिन जनता के दिल में अरविंद केजरीवाल जी के प्रति प्यार कम नहीं हुआ और अरविंद केजरीवाल जी के दिल में जनता के प्रति प्यार कम नहीं हुआ. तो अब उनको जान से मारने की ये साजिशें कर रहे हैं. क्या मतलब है? भारतीय जनता पार्टी का एक गुंडा इस तरह से हमला करता है अरविंद केजरीवाल जी पे और दिल्ली पुलिस उसको गिरफ्तार तक नहीं कर रही है. അഴിമതി വിരുദ്ധ പോരാട്ടപ്പട്ടം ജനം കെജ്രിവാളിന് ഇപ്പോൾ നൽകുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ പകരം വെക്കാൻ ഒരാളില്ല. പകരം വന്ന അതിഥി അരവിന്ദ് കെജ്രിവാൾ ഇരുന്ന കസേരയുടെ അടുത്ത് മറ്റൊരു കസേര ഇട്ടിരുന്നാണ് നേതൃഭക്തി പ്രകടിപ്പിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിലെ അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ബ്രാൻഡും ആം ആദ്മി പാർട്ടിയുടെ ബ്രാൻഡും നിൽക്കുന്നത്. ഈ അഴിമതിക്കെതിരാണ് എന്നുള്ളതിന്റെ ബേസിസിൽ ഉണ്ടാക്കിയ ഒരു സംഘടന
ഒരു രാഷ്ട്രീയവാദത്തിൽ അടിസ്ഥാനമായി ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒത്തിരി പൊള്ളയായ വാഗ്ദാനങ്ങളും വ്യാഖ്യാനങ്ങളും നൽകി ഉളവായ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാവില്ലെന്ന് ഇലക്ഷൻ മത്സരിക്കില്ല എന്ന് കെജ്രിവാൾ പറഞ്ഞു. എനിക്കൊന്ന് 2013-12 സമയങ്ങളിൽ. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ എക്സൈസ് നയം മൂലം എത്രമാത്രം അഴിമതി, അത് ജനങ്ങൾ അതിനെ അഴിമതിയായി ചിത്രീകരിക്കുമെന്ന് അറിയാൻ നമുക്കത് മെഷർ ചെയ്യാനൊരു വഴിയില്ല. പക്ഷെങ്കിൽ അഴിമതി ആരോപണത്തിൽ കെജ്രിവാൾ അടക്കമുള്ള ആൾക്കാർ ജയിലിൽ പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ജനങ്ങൾക്ക് മുൻപിൽ കുറച്ചുകൂടി വ്യക്തമായ ധാരണയോട് കൂടിയുള്ള ഒരു ആരോപണം, ഒരു വസ്തുത അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെലവാക്കിയ 40-45 കോടി രൂപ ഒരു വീടിന്റെ നവീകരണത്തിന്, അതിനകത്ത് മാർബിൾ വെക്കുന്നതിനും അതിനകത്ത് ലക്ഷൂറിയസ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിനും വേണ്ടി മാത്രം ചെലവാക്കി. അപ്പോൾ അത് എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ വാഗണാറിൽ വണ്ടി ഓടിക്കും, മുഖ്യമന്ത്രി ആയാലും ഞാൻ വാഗണാറിൽ മാത്രം നടക്കും എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുമെന്ന് ആദ്യത്തെ ടൈമിൽ പറഞ്ഞു. ആ വാക്കുകളുടെ മൊത്തം ഒരു പൊള്ളത്തരം തുറന്നു കാണിയും അരവിന്ദ് കെജ്രിവാളും ഒരു സാധാരണ പൊളിറ്റീഷ്യനാണ് എന്നുള്ള ഒരു തലത്തിലാണ് ഡൽഹിയിൽ ഈ ഇലക്ഷൻ നടക്കുന്നത്. അത് ഡൽഹിയുടെ ആം ആദ്മി പാർട്ടി ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ഉണ്ടായ 15 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. കെജ്രിവാൾ മൂന്നാമത് പോകും എന്നൊക്കെയുള്ള അപകടകരമായ ആത്മവിശ്വാസമാണ് ബിജെപിയുടെ മുഖ്യമന്ത്രി മുഖവും മുൻ എംപിയുമായ പർവേഷ് വർമ്മ പ്രകടിപ്പിക്കുന്നത്. മദ്യനയ അഴിമതിയാണ് പർവേഷിന്റെ പ്രധാന ആയുധം. यहाँ के लोगों की इच्छा है कि यहाँ पे मंदिर बनना चाहिए, खाटू श्याम बाबा का मंदिर बनना चाहिए. मैं जीतने के 3 महीने के अंदर अंदर मैं यहाँ पे मंदिर बनाऊंगा. बहुत अच्छा माहौल है. अरविंद केजरीवाल की जमानत जब्त हो रही है. He will lose his deposit. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പും ബിജെപിക്ക് വേണ്ടി നരേന്ദ്രമോദി നേരിട്ടിറങ്ങിയാണ് നയിച്ചതെങ്കിൽ ഇത്തവണ പിന്നോട്ട് വലിഞ്ഞാണ് നയിക്കുന്നത്. 4 നൂറ്റാണ്ടിലധികമായി ഡൽഹിയിൽ അധികാരത്തിന്റെ പുറംപോക്കിലാണ് BJPയുടെ സ്ഥാനം. ഇന്ത്യ പിടിക്കുമ്പോഴും ഡൽഹി കൈപ്പിടിയിൽ ഒതുങ്ങാത്ത നാണക്കേടിലാണ് BJP. 365 ദിവസവും പ്രവർത്തിക്കുന്ന BJPയുടെ പ്രചാരണം ഡൽഹിയിൽ സജീവമാണ്. മഹാരാഷ്ട്ര മോഡൽ പാർട്ടിയെ പിളർത്തി അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാജ്കുമാർ ആനന്ദ്, കൈലാസ് ഗെഹ്ലോട്ട് എന്നീ മന്ത്രിമാരെ രാജിവെപ്പിച്ച് BJP സ്ഥാനാർത്ഥികളാക്കാൻ അവർക്ക് കഴിഞ്ഞു. പെർഫോമൻസ് കുറഞ്ഞതിന്റെ പേരിൽ 20 MLA-മാരെയാണ് AAP മാറ്റി നിർത്തിയത്. ഇവരിൽ 8 പേർ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നു. അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിന് ബ്രേക്കിട്ട് തനത് ശൈലിയിലേക്ക് BJP മാറിയിരിക്കുന്നു. പോളറൈസേഷന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു ഹിന്ദു മുസ്ലിം വർഗീയത എന്നുള്ള തങ്ങളുടെ ട്രംപ് കാർഡ് അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് BJP പോവുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ളൊരു പ്രചാരണം നൽകാനുള്ള ശ്രമം നടത്തി. അതിനുവേണ്ടി യോഗി ആദിത്യനാഥിനെ തന്നെ കൊണ്ടുവന്നു. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ ഈ 14 കഴിഞ്ഞ ജനുവരി 14 മുതൽ ഏതാനും ദിവസങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ പര്യടനം നടത്തി. വേണ്ടത്ര ഒരു ഉണർവ് BJPക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് കാത്തിരുന്നു കാണേണ്ട സംഗതിയാണ്. കാരണം ഈ ട്രഡീഷണലായിട്ടുള്ള BJPയുടെ ട്രഡീഷണലായിട്ടുള്ള ഈ ഹിന്ദുത്വ പോളറൈസേഷൻ ടെക്നിക്കുകൾ പലപ്പോഴും ലൈവ്ലിഹുഡ് ഇഷ്യൂസിൽ തട്ടി മുന്നോട്ട് പോവാത്ത ഒരവസ്ഥയിലാണുള്ളത്. BJP റേസ് ചെയ്ത ലൈവ്ലിഹുഡ് ഇഷ്യൂസ് ആവട്ടെ ആം ആദ്മി പാർട്ടി അടക്കമുള്ള, കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ നേരെ തിരിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രശ്നം ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നും അൺഎംപ്ലോയ്മെൻറ്റ് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് വിഷയത്തിൽ ഒരു കൃത്യമായ ക്രിറ്റിസിസം BJPക്ക് ആം ആദ്മി പാർട്ടിക്കെതിരെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാർഷ്യലി അതിൻ്റെ ഉത്തരവാദികൾ BJP ആണ് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന വിഷയം ഇതിനകത്ത് വരുന്നത്. കോൺഗ്രസിൽ നഷ്ടമായ വോട്ട് തിരികെ കിട്ടണമെങ്കിൽ ആം ആദ്മി പൊളിയണം എന്ന വിശ്വാസമാണ് കോൺഗ്രസിന്.
ഇന്ത്യ സഖ്യത്തിലെ ഉറച്ച പാർട്ടി എന്നതുപോലും ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി കെജ്രിവാളിനെതിരെ ആഞ്ഞടിക്കുന്നത് പരമാവധി MLA-മാരെ നേടുക എന്ന ലക്ഷ്യത്തിലാണ്. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഒരു ഇലക്ട്രൽ സെറ്റ് ബാക്ക് കിട്ടിയത് കോൺഗ്രസിനായിരുന്നു. അത് കോൺഗ്രസിന്റെ ഈ ലോവർ മിഡിൽ ക്ലാസ് താഴെ അതിനേക്കാളും താഴെ ലോവർ സ്ട്രാറ്റയിലുള്ള വോട്ടെല്ലാമാണ് ആം ആദ്മി പാർട്ടി പിടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രവേശനം കൊണ്ട് അത് ഡൽഹിയിൽ മാത്രമായിരുന്നു ആദ്യം, പിന്നെ ഈവൻ പഞ്ചാബിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് ഇലക്ട്രലി ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് കോൺഗ്രസിനാണ്. ഈ ഇലക്ഷനും കോൺഗ്രസിന്റെ ലോവർ മിഡിൽ ക്ലാസ് വോട്ട് കംപ്ലീറ്റ്ലി ആം ആദ്മി പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതുകൊണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി അത്രയും വളരെ സ്വീപ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഇലക്ഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സ്വീപ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു വിജയം നേടിയത്. ഇപ്പോഴത്തെ ഇതിലേക്ക് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ആ ലോവർ മിഡിൽ ക്ലാസ് കുറച്ച് അപ്സെറ്റാണ് ആം ആദ്മി പാർട്ടിയോട്. അത് അവർ തിരിച്ചു വരും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇപ്പം നമുക്കറിയാം ഈ ഇതിനകത്ത് പക്ഷേ മിഡിൽ ക്ലാസ് വോട്ട് ഓൾറെഡി ആം ആദ്മി പാർട്ടിക്ക് ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു. അത് BJP-യിലേക്കാണ് പോയിരിക്കുന്നത്. അവർ BJP-യുടെ വോട്ടേഴ്സ് ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നപ്പോൾ പോലും BJP-ക്ക് 50% വോട്ട് അധികം വോട്ടോടെയാണ് അവർ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും BJP വിജയം നേടിയത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ രണ്ടായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ടിൽ നിന്നാണ് ഈ കോൺഗ്രസ് വോട്ട് പിടിക്കാൻ നോക്കുന്നത്. അവർ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി വോട്ട് തിരിച്ചു കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അതേസമയം അത് കൊടുക്കാതിരിക്കാനാണ് ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് വേറെ ഒരു പാർട്ടിയായി നിൽക്കുന്നതിൽ ഏറ്റവും ഒരു ഭീഷണി വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. അതുപോലെ തന്നെ കോൺഗ്രസിനും ഏറ്റവും കൂടുതൽ ഇപ്പം ഫൈറ്റ് ചെയ്യേണ്ടത് ആം ആദ്മി പാർട്ടിയോട് എന്ന നിലയ്ക്കാണ്. ഇതുവരെ ഉണ്ടായ സഖ്യങ്ങൾ ആം ആദ്മി ഇങ്ങോട്ട് തേടി വന്നതാണെന്ന വാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. Parliament we never supported them, they supported us. Okay. When did we support them? They came to India Alliance, they came under us. So I resent this language of the media that we supported them. Aam Aadmi Party came running to us to support us and they broke the alliance. In June or July, their city president said that they will fight elections alone. Okay. Congress never called them into the alliance. Congress has never asked them to move out of the alliance. It's a question you should ask them. ഫ്രീബികൾ രാജ്യത്തെ നശിപ്പിക്കുമെന്നും സൗജന്യ വാഗ്ദാനങ്ങൾ നൽകുന്നവർ അരാജകവാദികളാണ് എന്നൊക്കെയായിരുന്നു മോദിയുടെ ഒരു കാലത്തെ വാദം. ഇത്തരം ചിന്തകളെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഹോളിക്കും ദീപാവലിക്കുമുള്ള സൗജന്യ സിലിണ്ടർ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് വരെ BJP ഡൽഹിയിൽ വാഗ്ദാനം ചെയ്യുന്നു. സൗജന്യ വാഗ്ദാനങ്ങൾ നടത്തി ജനപ്രീതി നേടിയ കർണാടക ഉപമുഖ്യമന്ത്രി TK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരെയാണ് ഉറപ്പ് നൽകാനായി കോൺഗ്രസ് കളത്തിൽ ഇറക്കിയത്. അമ്പലങ്ങളിലെയും സിഖ് ഗുരുദ്വാരകളിലെയും പുരോഹിതന്മാർക്ക് മാസം 18,000 പ്രഖ്യാപിച്ചതിലൂടെ മതരാഷ്ട്രീയം തന്ത്രപരമായി കെജ്രിവാൾ ഇറക്കി. തെറ്റായ ബട്ടണിൽ കൈ അമർത്തിയാൽ മൊഹല്ല ക്ലിനിക്, സൗജന്യ വൈദ്യുതി, വെള്ളം എന്നിവ ഓഫായി പോകുമെന്നും കെജ്രിവാൾ പറയുന്നു. तो गलत बटन मत दबा देना, नहीं तो आपके मोहल्ला क्लिनिक बंद हो जाए. അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് 21,000 രൂപ നൽകും എന്നത് ആപ്പിന്റെ തുറപ്പുചീട്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ യോഗത്തിന്റെ വലിയ പ്രത്യേകത ആൾക്കൂട്ടമാണ്. സ്ത്രീകളടങ്ങുന്ന വലിയ ആൾക്കൂട്ടമാണ് അരവിന്ദ് കെജ്രിവാളിനെ കാണാനായി ഓരോ വീതിയിലേക്കും ഒഴുകിയെത്തുന്നത്. क्योंकि केजरीवाल जी हमारे बच्चों के लिए स्कूल बनाए हैं, हॉस्पिटल बनाए हैं और महिलाओं को भी दिए बस में सेवा मिली, आगे भी कह रहे हैं करने के लिए, इसलिए केजरीवाल जी को हाँ पसंद है, वोट केजरीवाल को देंगे. अच्छे काम कर रहा है केजरीवाल, स्कूल अच्छे बनाए, शिक्षा अच्छी करी है. क्योंकि ये केजरीवाल है जिन्होंने दिल्ली की जनता के लिए बहुत काम किए हैं, बहुत ज्यादा काम किए हैं. शिक्षा में, स्वास्थ्य में, लेडीज के लिए, बुजुर्गों के लिए, हर क्षेत्र में काम किए. सिर्फ केजरीवाल है जो दिल्ली को संभाल सकता है, दिल्ली को एक नंबर 1 सिटी बना सकता है. जय हिंद, जय भारत. केजरीवाल को जिताए और अपनी दिल्ली सरकार को बचाए. അന്തരീക്ഷ മലിനീകരണം, കുടിവെള്ളക്ഷാമം, വെള്ളക്കെട്ട് എന്നിവയുടെ പേരിലാണ് കെജ്രിവാൾ ഏറെയും പഴികേട്ടത്. പ്രതിഷേധവുമായി യമുനയിലെ മലിനജലത്തിൽ മുങ്ങിയ BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ഒരാഴ്ചയാണ് ആശുപത്രിയിൽ കിടന്നത്. യമുനയിൽ ഹരിയാന വിഷം കലർത്തുന്നു എന്ന് കടത്തിപ്പറഞ്ഞാണ് സ്വയം വെട്ടിലായെങ്കിലും കെജ്രിവാൾ പ്രതിരോധം തീർത്തത്. അടിസ്ഥാന വിഭാഗത്തിന്റെ വോട്ട് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വരേണ്യവർഗത്തിന്റെ ചായ്വ് BJP-യിലേക്കാണ്. മധ്യവർഗത്തിന്റെ വോട്ട് പിടിക്കാനാണ് ഇരു മുന്നണികളും തന്ത്രങ്ങൾ മെനയുന്നത്. കേന്ദ്ര ബജറ്റിൽ ഡൽഹിക്കായി പദ്ധതി പ്രഖ്യാപിച്ചില്ല എങ്കിലും ആദായ നികുതി ഇളവുകൾ മധ്യവർഗത്തെ ആകർഷിക്കുമെന്ന കണക്കുകൂട്ടലാണ് BJP.
1998 മുതൽ BJP ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് പുറത്താണ്. ഷീലാ ദീക്ഷിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തുടർച്ചയായി 15 വർഷം ഡൽഹി ഭരിച്ചു. പിന്നീട് ഇങ്ങോട്ട് 2013 മുതൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ BJP ദയനീയമായി തോറ്റു. അതുകൊണ്ട് ഈ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഡൽഹിയിലെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള വളരെ അവർക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യണം എന്നൊരു നിലപാടിൽ തന്നെയാണ് സർക്കാർ നീങ്ങുന്നത്. അപ്പോഴാണ് ഈ വരുന്ന പൊതു ബജറ്റ് വരുന്നതും ആ ബജറ്റിലെ ഒരു വലിയ പ്രഖ്യാപനം ആദായ നികുതി ഇളവ് 12 ലക്ഷം രൂപ വരെയൊക്കെ അതിന്റെ പരിധി ഉയർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രഖ്യാപനം BJP സർക്കാർ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. ഡൽഹിയിലെ വോട്ടിംഗ് പാറ്റേണിന്റെ മറ്റൊരു പ്രശ്നം, ഇവിടെ അടിത്തട്ടിലുള്ള വോട്ടർമാർ ധാരാളമായുണ്ട്, ചേരി നിവാസികളും മറ്റും ധാരാളമായുണ്ട്. അവരൊരു ക്രൂഷ്യൽ ഘടകമാണ്. ഒപ്പം ഉപരി ഘടകം സമ്പന്ന വർഗവും ഡൽഹിയിൽ ധാരാളമാണ്. സർക്കാർ ഓഫീസുകളും സർക്കാർ ജീവനക്കാരും ഒക്കെ ധാരാളമായുള്ള ഡൽഹിയിൽ മധ്യവർഗവും ഒരു നിർണായക ഘടകമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മിയെ തുണച്ചത് അടിത്തട്ടിലെ വോട്ടുകളും ഒപ്പം മധ്യവർഗ വോട്ടുകളുമാണ്. ഉപരി വോട്ടുകൾ BJPക്ക് തുടർച്ചയായി കിട്ടാറുണ്ട്. പക്ഷേ ആ വോട്ടുകൾ കൊണ്ട് മാത്രം ഡൽഹിയിൽ വിജയിക്കാൻ അവർ കഴിയാറില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഉപരിവർഗത്തിന്റെയും മധ്യവർഗത്തിന്റെയും വോട്ടുകൾ BJPയിലേക്ക് പോകുമ്പോൾ അവർക്ക് വലിയ വിജയം നേടാനാവും. അപ്പോൾ ഈ ഒരു വോട്ടിംഗ് പാറ്റേണിന്റെ ഒരു സങ്കീർണത BJP നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മധ്യവർഗത്തിന്റെ വോട്ടുകളെ ആകർഷിക്കുക എന്നതാണ് BJP ലക്ഷ്യമിട്ടുള്ളത്. മോദിയെ കെജ്രിവാളും നെഹ്റുവിനെ മോദിയും പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിവയൊക്കെ രൂക്ഷമായി ഡൽഹിയെ ബാധിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി ആരുടെയും കൈവശമില്ല. ഒഡീഷ മാറ്റി നിർത്തിയാൽ സമീപകാല നിയമസഭാ യുദ്ധങ്ങളിൽ കോൺഗ്രസിനെതിരെ മാത്രമായിരുന്നു BJPയുടെ വിജയം. അഴിമതി കേസിൽ ജയിലിലടച്ച ജാർഖണ്ഡിലെ ഹേമന്ത് സോറനെ പോലെ വിജയ് ശ്രീലാളിതനായി കെജ്രിവാൾ തിരികെ വരുമോ, അതോ അട്ടിമറി സംഭവിക്കുമോ? 8-ാം തീയതിയാണ് ഉത്തരം. അതുവരെ കാത്തിരിക്കാം.